പപ്പനാടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ അസ്സലാമലൈക്കും. അപ്പം ഇന്ന് എൻ്റെ പപ്പാന്റെ ഫ്രണ്ടിന് വേണ്ടി 2 വർക്ക് എൻ്റെ മദർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഞങ്ങൾ കൊല്ലത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാണ്ട. ഞാനും പപ്പയും മാത്രമേ പോണില്ലൂ. അപ്പോൾ വീഡിയോ എടുക്കണം ഞാനിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ തന്നെ ലേറ്റായി, രാവിലെ തന്നെയാണ് ട്രെയിനിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലത്തെ വർക്കുകൾ ആയിക്കോട്ടെ, വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ചേട്ടാ എന്നാ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം ട്രെയിൻ വിട്ടുപോയിട്ടോ. കുറച്ച് കുഴപ്പമില്ല, രാവിലെ ആകില്ല ട്രെയിൻ. ഇപ്പോൾ ഞങ്ങൾ ഇതാണ് ഇവിടെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ ഇവിടെ ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം കുറേ പേര് ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പേര് ഉണ്ടാവുന്നു. കണ്ട റെയിൽവേ സ്റ്റേഷനിൽ നടക്കുക. രാവിലെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ലേസും കേക്കും വാങ്ങിച്ചായിരുന്നു. പപ്പ ട്രെയിൻ ഇപ്പോൾ വരും 6:30 വരും ട്രെയിൻ. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ പ്ലീസ്. ട്രെയിൻ ഞങ്ങൾ കയറണതും ഇവിടെ നിന്ന് ഒരുമിച്ചാണ്. സോ 1 hour later. നീണ്ട 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊല്ലത്തെത്തി അല്ലേ? കൊല്ലത്തിന് സെൻറ്റർ എത്തിയിട്ടുണ്ട്. എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. ഇപ്പം ഞാനാണ് പാട്ടൊക്കെ കേട്ട് വിൻഡോ സീറ്റിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അവിടെ കൊല്ലം ഇവിടെ കൊല്ലത്തിൻ്റെ ജംഗ്ഷൻ്റെ കാപ്പിട്ടതാണ്. എന്തായാലും ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങോട്ടാണ്. പക്ഷേ ഇനി നമുക്കിനി ഒരു ബസ്സും കൂടെ കയറിയാൽ മാത്രമേ ഇല്ലും പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തത്തിലും. അപ്പം നമുക്ക് എന്താ ഇനി ഒരു ബസ് കയറണം. ഞാൻ അടുത്തിട്ട് കാണേ ബസ്. ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണില്ല, കാണിച്ച് ബസ് കയറാനൊക്കെ കുറച്ച് റിസ്ക്കാം. ആ വീഡിയോ എടുക്കാൻ പറ്റുന്ന വരില്ല. എന്നാൽ ഇനി അവിടെ ചെന്ന് കാണാം. കടയിൽ നിർത്തി അപ്പം വാഷ്റൂമിൽ പോയേക്കോട്ടെ. അപ്പം ഞാനിവിടെ ഞാനും പപ്പയും പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം സമയം 10:26 ആയപ്പോഴാണ് എത്തിയത്. അത്യാവശ്യം സമയം എടുക്കട്ടോ. അപ്പോൾ ഇവിടെ എത്തി. പപ്പ അപ്പം അത് സ്റ്റിക്കറൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ കാണിച്ചത് അങ്ങനെ വന്നപ്പോൾ അങ്കിളില്ലാണ് അല്ലേ പപ്പ? അങ്കിളില്ല. അസ്സലാമലൈക്കും. അപ്പം ഗ്യാസിവിടെ ഇല്ലായിരുന്നു, പുള്ളി കബീൽ വന്നിട്ടുണ്ടായിരുന്നു കളിക്കുന്നു. അപ്പം ഇങ്ങനെ പിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് പോയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം പപ്പാക്കൊപ്പം ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല. കുഴപ്പമില്ല ഗീസ്, സങ്കടമില്ല. അപ്പം പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വാദം പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ 2 പിള്ളേരും സ്കൂളിൽ പോയി. ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ 2 പേരും സ്കൂളിൽ പോയി. അപ്പോൾ അവരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്തായാലും നമുക്കിപ്പം കൊടുത്തിട്ട് റിയാക്ഷൻ നോക്കാം. ഇഷ്ടപ്പെടോ ഇല്ലെന്ന് അറിയത്തില്ല, നമുക്ക് കൊടുക്കാം. ഇത് നല്ല ഇതാണ് സീൽ ചെയ്തത്. രണ്ടും ഇവിടത്തേക്ക് വേണ്ടി ചെയ്താണല്ലോ. ഇവിടെ
മാത്രമല്ല മൾട്ടി കളറിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വേണ്ടത് അങ്ങനത്തെയും പറയാം കേട്ടോ. അപ്പം ചിലവയ്ക്ക് ഇപ്പോൾ ലൈറ്റിംഗ് ഇല്ലാതെ വേണ്ടിയായിരിക്കും, ചിലവയ്ക്ക് ലൈറ്റിംഗ് ഇല്ലാതെ വേണ്ടിയായിരിക്കും. അങ്ങനത്തെ എല്ലായിരിക്കും ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് ആ രീതി ഞങ്ങൾ ചെയ്തു തരും. എന്ത് വർക്കാണ് വീട്ടിൽ കൊണ്ടുപോയി തരും കേട്ടോ. അത് ഫിറ്റ് വരെ ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ എല്ലാത്തിനും കൂടെ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ നമ്പർ വിളിക്കാം. നിങ്ങൾക്ക് നല്ലൊരു വർക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാം കൂടെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യണ ലുമ്മിയാണ്. ഇനി വന്നിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ ഇതായിരിക്കും. അപ്പം ഇതാണ് അപ്പം സ്വത്തുന്യാസം ഞങ്ങൾ ഇവിടെയാണ് വെക്കാൻ വേണ്ടി പോണത്. ആദ്യദിവസി പോകാനുള്ള സമയത്ത് അവിടെയാണ് നല്ല സ്പേസ് ആയിട്ടില്ല, നല്ല രസമായിട്ട് ഞാൻ കാണിച്ചു വെക്കണം. വെക്കണൊക്കെ പപ്പയാണ് കേട്ടോ. ഇനി പപ്പ അതേ മാർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ മറ്റേ ഡ്രില്ലർ കൊണ്ടുവരാം. ഡ്രില്ലർ എന്തോ പറയണ അപ്പോൾ ഞാൻ പപ്പതേ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അപ്പോൾ ഒരു അടുക്കളേൻ്റെ ഈ ഒരു സൈഡിൽ വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. അടുക്കളേൻ്റെ ഇവിടെ ആയിട്ടാണ് സുഹൃത്തുന്യാസം വെക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. സ്റ്റിൽ നമ്മൾ പുറത്താണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ആൻറ്റി എന്തോ കാര്യത്തിന് പുറത്ത് പോയേക്കാണ്. ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും കിട്ടിയത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ എടുത്തിട്ടോ അവിടെ സുഹൃത്തുന്യാസം ലൈറ്റിംഗ് ഒക്കെ കിട്ടിയപ്പോഴാണ്. അപ്പം എനിക്ക് ഇതാണ് കേട്ടോ അമ്മയുടെ വൈഫ് അസീന ആൻറ്റിന്നാണ് ഞാൻ വിളിക്കണത് കേട്ടോ. ഞാൻ സ്വന്തം അസീന ആൻറ്റി. ഇത് അതാണ് അസീന ആൻറ്റിയാണ് കേട്ടോ. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? പാവ രണ്ടുപേരും ക്യാമറ നല്ലതായിട്ട് പറഞ്ഞോ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനായിട്ട് വേണമെങ്കിലും ഇതേപോലെ ചില കുറച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരും കേട്ടോ. ഒരു വട്ടം കൂടി ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണ്ട വയ്ക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിലെ കാര്യങ്ങളാണ് വാട്സപ്പ് അറിയുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റിംഗ് ഇല്ലതും ലൈറ്റിംഗ് ഇല്ലാത്തതും സ്റ്റോൺ ഇല്ലാത്തതും അങ്ങനത്തെ എല്ലാ വർക്കും ചെയ്യാനുണ്ട്. അതിനീസ് മാത്രമല്ല എല്ലാ അറബി വർക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വേണ്ടവരെല്ലാവരും കയറി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പറയുന്ന റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വലുപ്പത്തിനൊക്കെ എല്ലാം. പിന്നെ ഞങ്ങൾ അവിടെ വന്ന് സെറ്റ് വേണം ചെയ്താലും എല്ലാം പപ്പയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഇനി നമുക്ക് ഇവിടെ മാത്രമല്ല രണ്ട് കുട്ടികളും കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അവർ രണ്ടുപേരും സ്കൂളിൽ പോയേക്കാണ്. ഇനിയിപ്പോൾ സുഹൃത്തുന്യാസം കൂടെ ഉണ്ട്. ശരിയാ. പപ്പൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നേ. പക്ഷേ നിർഭാഗ്യവശം കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും അല്ല? എനിക്ക് എന്താ ഇഷ്ടപ്പെടത്തില്ല. പപ്പടെ ഇവിടെ ആനയിച്ച് ഫ്രണ്ട് കയറി വരണ ഫ്രണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ എന്നെ വെച്ച് തരും കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങൾ വെച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പയാണ് വെച്ച് തരുന്നത്. സൂക്ഷിച്ചു ആ പൂക്കണ്ട് ഇവിടെ നല്ല രസം ഉണ്ടാവും അല്ല? അപ്പോൾ പപ്പ വെച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഇരുന്നോ? ഓ കൊള്ളാം. ഇരിക്കണം നോക്കി നല്ല രസമല്ലേ? ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ വെക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല രസമായിട്ട് വെച്ചുതരും കേട്ടോ. ഇതാണ് വർക്ക്. അത്യാവശ്യം നല്ല വലിയ വർക്കാണ്. ഇതും കയറി അങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തുന്യാസം വെച്ചേക്കണം. കണ്ടോ? ഇതാണ് ആൻറ്റിൻ്റെ റിയാക്ഷൻ കേട്ടോ. പൂക്കണ്ട് ഇതിൽ അത്യാവശ്യം നല്ല രസമല്ലേ? ആൻറ്റി എന്താ പറയല്ലത്? നല്ല കളർഫുള്ളായി വർക്ക്. അതിൻ്റെ ഒപ്പം കളർഫുള്ളായി